everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം സപ്ലി സ്റ്റുഡൻസിനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അവർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന 2 സബ്ജക്റ്റുകളാണ് റീഡിങ്സ് ഓൺ കേരളയും അതേപോലെ തന്നെ റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസും. അപ്പോൾ ഈ 2 ഇംഗ്ലീഷുകൾ കുറച്ച് ടഫായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അതുകൊണ്ട് വീണ്ടും കുട്ടികൾക്ക് സപ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 സബ്ജക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ 2 സബ്ജക്റ്റുകളുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 25 മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അതായത് 25 മുതൽ ഈ ജൂൺ എക്സാമിൻ്റെ തലേ ദിവസം, അതായത് 1 വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഫുള്ള് ഈ സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരിക്കുക. ഡെയിലി ഒരു 1 അവറോ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഒരു 2 അവേഴ്സൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 23 ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്, പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് 21 21, 22, 23 ഈ 3 ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഫീസിൽ ഡിസ്കൗണ്ടഡ് ഫീസോട് കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം 24 ഒരു ദിവസം കഴിഞ്ഞ് 25 തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 മെയ്യിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഡെയിലി 1 അവറാണ് ക്ലാസ്. നൈറ്റ് 1 അവറാണ്. ചില ദിവസം ഇപ്പോൾ ക്ലാസ് നമുക്ക് ആ സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ എടുത്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 മണിക്കൂറൊക്കെ വെക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വെക്കുക. അപ്പോൾ നമ്മൾ ടൈം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, കാരണം ചില കുട്ടികൾക്ക് 2 ഇംഗ്ലീഷും സപ്ലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാത്രി 7 മണി തൊട്ട് 8 മണി വരെ റീഡിങ്സ് ഓൺ കേരളയും, പിന്നെ അതിന് ശേഷം ഒരു 15 മിനിറ്റ് ബ്രേക്കിന് ശേഷം 8:15 മുതൽ 9:15 വരെയുള്ള സമയത്ത് റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസും ആണ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേരളം മാത്രമേ ഉള്ളൂ സപ്ലി എന്നുണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾക്ക് 7 to 8 ഉള്ള ടൈമിൽ ജോയിൻ ചെയ്യാം. 2 സപ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ 2നും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു ദിവസം ക്ലാസ്സിന് കയറാൻ പറ്റിയില്ല രാത്രി എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ഓഡിയോസ് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക. കാരണം ഓഡിയോ കേൾക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീസ് വന്ന് പിന്നെയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. നോട്ട്സും പിന്നെ കുറച്ച് എക്സാം ക്രാക്ക് ചെയ്യേണ്ട ടിപ്സും ട്രിക്കുകളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി സപ്ലി വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ റിവിഷനും മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മൊത്തം സബ്ജക്റ്റ് എടുത്ത് തീർക്കാനാണോ ഫീസ് ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു മൊത്തം സബ്ജക്റ്റ് എടുത്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസാണ്. വേറെ രണ്ടാമത് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ചെറിയൊരു ഫീസ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. വെറും 399 രൂപയാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് വരുന്നത്. ശരിക്കും ഫീസ് 500 രൂപയാണ് ഒരു സബ്ജക്റ്റിന്. 23 ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 399 എന്നുള്ള ഒരു റേറ്റിന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് കിട്ടും. 2 സബ്ജക്റ്റ് ആണെങ്കിൽ 399 × 2 എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കുട്ടികൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഞാനപ്പോൾ ഗൂഗിൾ പേ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അതേപോലെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഡിസ്കൗണ്ടഡ് ഫീസ് ആർ ഓൺലി അവൈലബിൾ അൺടിൽ May 23. ഈ 23 വരെയാണ് ഫീസിൽ ഇളവുണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം. ഓക്കെ, 24 ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 500 പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. 25 മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്സ് ഓൺ കേരള, ഫ്രിഞ്ചസ് ഈ 2 സബ്ജക്റ്റും വേണ്ട കുട്ടികൾ ഉടൻ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.